നമസ്കാരം, എല്ലാ മാന്യപ്രേക്ഷകർക്കും പേരൻ്റ് വിസ്മയത്തിലേക്ക് സ്വാഗതം. ഞാൻ സുനീഷ് തമ്പാൻ. ഇന്ന് എപ്പിസോഡ് നമ്പർ 72 ഇന്നത്തെ ഡേറ്റ് 24/7/2024. അതായത് ശുക്രൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള ദിവസം കൂടിയാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ശുക്രൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് സംസാരിക്കാം. 24 എന്ന നമ്പറിനെ കുറിച്ചിട്ട്. പൊതുവേ ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് 24 എന്ന എനർജി. അതായത് ശുക്രൻ്റെ തന്നെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? 15, 24, 42, 51. അതിൽ തന്നെ ഒരു വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള നമ്പർ തന്നെയാണ് 24 എന്നത്. അപ്പോൾ ഈ 24ൻ്റെ എനർജി മാത്രം പോരാ ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക്. അവരുടെ ലൈഫ് പാത്തിൽ എന്താണ്, ഇനി അതല്ല അവരുടെ ഓരോ നമ്പേഴ്സും, മാസം, വർഷം, എല്ലാ നമ്പേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ വന്നിട്ടുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം. പേരൻ്റ് വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അജികുമാർ എന്നാണ് എൻ്റെ പേര്. എൻ്റെ മോളുടെ വിവരം ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും. പിന്നെ മോളുടെ പേര് പറയും. മോളുടെ പേര് അയന എം എ. അയന എം എ അല്ലേ? ആ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അയനയുടെ. 26/11/1996. 26/11/1996. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, കേൾക്കാമോ? പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 8. 8ൻ്റെ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നിരിക്കുകയാണ് പേഴ്സണാലിറ്റിയിലും ലൈഫ് പാത്തിലും. അപ്പോൾ പേരും ഒരു മികച്ച പേര് ആയിരിക്കണം നിർബന്ധമായിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്താണ് കുട്ടിയുടേത്. അപ്പോൾ അയന എം എ എന്നുള്ള പേര് പിന്നെ ഒരു മികച്ച പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എബോ ആവറേജ് എന്ന് വരെ പറയാം. കാരണം അതിൽ ഇമോഷണലി അവരുടെ മാനസികമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന എനർജി ഇതിൽ കാണാനുണ്ട്. അതല്ലാതെ ഈ കാരിയർ ലെവലിലൊക്കെ അവർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. എന്താണ് അറിയേണ്ടത്? അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം കൂടുതൽ. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർഷം കുറച്ച് താമസത്തിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ അതായത് 2024 എന്ന എനർജി ഈ വർഷം കുറച്ചുകൂടി കാലതാമസമാണ് പൊതുവെ അനുഭവപ്പെടുക. കൂടുതൽ അത് അതായത് ഓഗസ്റ്റ് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി അനുകൂലമാകും. പിന്നെ അടുത്ത വർഷം എത്തുമ്പോഴേക്കും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഒരു ജോലിയിലൊക്കെ കയറാൻ സാധിക്കും. ഇപ്പം വിവാഹത്തിനും അതുപോലെ തന്നെയാണ് പറയേണ്ടത്. രണ്ടിനും ഏകദേശം ഒരുപോലെയുള്ള കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഇപ്പം ജോബിൽ ഓൾറെഡി അടുത്ത വർഷം കൂടുതൽ അനുകൂലമാണ് ഇവരുടെ എല്ലാ കാര്യത്തിനും. അതായത് വിവാഹ സംബന്ധമായിട്ടുള്ളതിനും ജോലി സംബന്ധമായിട്ടുള്ളതിനും അനുകൂലമായിട്ടുള്ള സാധ്യത കാണുന്ന വർഷമാണ് അടുത്ത വർഷം. ഈ വർഷം പിന്നെ എല്ലാത്തിനും കൂടുതൽ കാലതാമസം എന്നുണ്ട്. പിന്നെ ഈ പേര് ഒന്ന് ബെസ്റ്റ് ആക്കുന്നത് നന്നായിരിക്കും. ഏതെങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇതിപ്പോൾ ഇപ്പം നോക്കിയിട്ട് നമുക്കൊരു ചെറിയ സമയത്തിൽ പറ്റില്ല. നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇതിൽ നമ്മുടെ ഇമോഷനെ, അതായത് മാനസിക നില എന്ന കാര്യം ചിന്തിക്കുമ്പോൾ അവർക്ക് അനാവശ്യമായിട്ടുള്ള കാര്യം കൊണ്ട് ടെൻഷൻ അടിക്കുക എന്നുള്ള ഒരു ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൽ പറയേണ്ടത്. അതല്ലാതെ കാരിയറിൽ അവരുദ്ദേശിക്കുന്ന ജോലി കിട്ടില്ല എന്നും അർത്ഥമില്ല അതിനെക്കൊണ്ട്. കാരണം ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം
കുട്ടിയുടെ പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 8ആണ്. 8ൻ്റെ ഒരു റിപ്പീറ്റേഷനാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഒരു നല്ലൊരു പേര് കൂടി തീർച്ചയായിട്ടും വേണം. അതപ്പോൾ സൂചിപ്പിച്ചതുള്ളൂ, വളരെ അത്യാവശ്യം അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞല്ലോ എബോവ് ആവറേജ് ആയിട്ടുള്ള പേരാണ്, പക്ഷേ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ഉള്ളത് നിർബന്ധമാണ്. കാരണം ലീഡർഷിപ്പ് എനർജി കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും പ്ലസ് നമുക്ക് ഒരു കാര്യം നേടിയെടുക്കാൻ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാകണം. ഇല്ലെങ്കിൽ എന്താവും, കാലതാമസം എന്നത് അതിൽ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പിന്നെ ഇതാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 2 തവണ 8 റിപ്പീറ്റ് ആയിട്ട് വരികയാണ്. അതും പേഴ്സണാലിറ്റി 8, ലൈഫ് പാത്ത് നമ്പർ 8. അത് മോശം എന്നല്ല അർത്ഥം, പക്ഷേ നല്ലൊരു പേരുണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും എളുപ്പമാകും. ശനീശ്വരനെ കുറിച്ചിട്ട് പൊതുവെ, അതായത് ന്യൂമറോളജി ആയാലും ആസ്ട്രോളജി ആയാലും മനസ്സിലാക്കിയവർക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവർ ചിന്തിക്കാറില്ല. കാലതാമസം ശനിക്ക് വളരെ കൂടുതലാണ്. അതായത് ഏറ്റവും ലോങ്ങിൽ ഏറ്റവും മെല്ലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ശനിയുടേത്. അപ്പം കാലതാമസം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ശനിയുടെ ആ ആകർഷണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ശനീശ്വരൻ്റെ എനർജിയെ കൂടുതലായിട്ടുള്ളവരെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. പക്ഷെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് അടുത്തെത്തുമ്പോഴേക്കും ഈ ശനിയുടെ വളയങ്ങളൊക്കെ ഉള്ളത് എന്താണ്, ശരിക്കും ധൂമപടലങ്ങളാണ്. അതായത് പൊടി, ഡസ്റ്റ് എന്ന് പറയാം ഒരു തരത്തിൽ. ചെറിയ ചെറിയ പാടക്കഷ്ണങ്ങൾ അതുപോലെയുള്ള ഇതാണ് ഇങ്ങനെ കറങ്ങിയിരിക്കുന്നത്. പക്ഷെ അപ്പോൾ ഇത് പൊള്ളയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ കൂടുതൽ മനസ്സിലാക്കി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ശക്തിയുള്ള ഏറ്റവും കട്ടിയേറിയ ഒരു ഗ്രഹം കൂടിയാണ് ശനി. അതായത് വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് അത്. പക്ഷേ ഒരു ഫസ്റ്റ് ലുക്കിൽ നമുക്ക് അവരെ പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥയും ശനീശ്വരൻ്റെ എനർജിയിലുണ്ട്. അതായത് ശനി പവർഫുള്ളായിട്ടുള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് നമുക്ക് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർ പുറമേ കാണുന്ന ചിരിക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഇടപഴകുന്ന ആൾക്കാരായിരിക്കില്ല. ശക്തമായ ഒരു അകം അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത് ഇനി ബന്ധങ്ങളുടെ കാര്യത്തിലായാലും വർക്ക് ചെയ്യുന്നതിലായാലും എല്ലാറ്റിലും അതിലവർ ശക്തരായിരിക്കും. അവർക്ക് അതിന് കൃത്യമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിൻ്റ് അവർക്കുണ്ടാവും. അവർ അതിനനുസരിച്ചിട്ട് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അങ്ങനെ ഒരു എനർജി കൂടി ഈ ശനിക്ക് ഉണ്ട്. പിന്നെ ഒരു അവസരത്തിൽ പറയാം ശനിയുടെ എനർജിനെ കുറിച്ചിട്ട് വിശദമായിട്ട്. നമുക്ക് അടുത്തൊരു കോള് വന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? നമസ്കാരം, എൻ്റെ പേര് സജീഷ് എന്നാണ്. സജീഷ് അല്ലേ? അതെ. സജീഷ് എവിടെ നിന്നാണ്? ഞാൻ തിരുവനന്തപുരം ജില്ലയാണ്, മലയൻകീഴെന്ന സ്ഥലത്ത്. ഓക്കെ. സജീഷിന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അതെ, എൻ്റെ മോന്റെ പേര് അറിയാൻ വേണ്ടിയിട്ടാണ്. മോന്റെ പേര് പറയും. മോന്റെ പേര് പറയും. മോന്റെ പേര് ആദി കേശവ് നായർ എന്നാണ്. ആദി കേശവ് അല്ലേ? എസ് നായർ. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഡേറ്റ് ഓഫ് ബർത്ത് 26/10/2022. 26/10/2022. ആദികേഷ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ് ADIKESHAV അല്ലേ? ഹലോ, ആദി. ഓക്കെ, ഡബിൾ എ ഉണ്ട്. എച്ചിന് DH ഉണ്ടോ? ഒന്ന് സ്പെല്ലിംഗ് പറഞ്ഞോളൂ. സ്പെല്ലിംഗ് മുഴുവനായിട്ട് പറയും. SAV എസ് നായർ. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം. ശരി. പേഴ്സണാലിറ്റി നമ്പർ 8, ലൈഫ് പാത്ത് നമ്പർ 6ആണ്. 8ൻ്റെ 6ൻ്റെയും കൂടിച്ചേരലാണ്. പൊതുവെ വലിയ ദോഷം പറയാനില്ല. പേരിൻ്റെ എനർജി ഓക്കെയാണ്. ഒരു നല്ല പേര് തന്നെ പറയാം. ADIKESHAV എസ് നായർ എന്നാണെങ്കിൽ നല്ല പേരാണ്. എന്ന് വെച്ചിട്ട് ഒരു 100% ബെസ്റ്റ് എന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ഒട്ടും കുഴപ്പമില്ലാത്തൊരു പേരാണ്. കുട്ടി ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ ഉയരാനും ഇതിനൊക്കെയുള്ള ഒരു എനർജി അതിലുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയണോ? എന്താണ്?
ഇഷ്ടപ്പെട്ട കളർ? ലക്കി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് യെല്ലോ കളർ ഏറ്റവും ബെസ്റ്റാണ്, മഞ്ഞ കളർ. പിന്നെ അതുപോലെ ഗ്രേ കളർ നല്ലതാണ്, സിൽവർ കളർ, ഗ്രേ കളർ നല്ലതാണ്. പിന്നെ ലൈറ്റ് ബ്ലൂ നല്ലതാണ്. പക്ഷേ ഡാർക്ക് ബ്ലൂവിലേക്കും ഒരുപാട് ഡാർക്കായിട്ടുള്ള കളർ ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ ബ്ലൂ നല്ലതാണ്. അപ്പോൾ ഈ 3 കളറും നല്ലതാണ്. പേരിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആക്കുന്നത് നല്ലതായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള എനർജി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ജഡ്ജായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിനും ശരിയും തെറ്റും നോക്കിയിട്ട് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരു എനർജി അതിലുണ്ട്. എങ്കിലും അവർക്ക് ഭാഗ്യദായകമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല പേരാണെന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോഴത്തെ ചെറിയ കുട്ടികളെ ഒന്നും വെച്ചിട്ട് ഈ പേരിൻ്റെ എനർജി ഒന്നും കമ്പയർ ചെയ്ത് ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ചിന്തിക്കണ്ട. പക്ഷെ അവൻ്റെ മകൻ്റെ ഒരു കരിയർ ലെവലിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ആ ഒരു ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയൊക്കെ പുറത്തേക്ക് വരിക. അപ്പോൾ ആ സമയത്ത് പൊതുവെ അവർക്ക് നല്ലതാണ്. പക്ഷെ കൂടെയുള്ളവരെ ഒരു ജഡ്ജായിട്ടായിരിക്കും ചെയ്യുക, കൂടെയുള്ളവർ അവരുടെ ലീഡർഷിപ്പും അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, അവരുടെ എന്നാലും അവർക്ക് മോശമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കുഴപ്പമില്ലാത്ത ഒരു എബോ ആവറേജ് ആയിട്ടുള്ള നല്ല പേര് തന്നെ. കാരണം ഒരു വ്യക്തിക്ക് അവരുടെ പേര് കൊണ്ട് അവർക്കാണല്ലോ ഗുണം ഉണ്ടാവേണ്ടത് ആദ്യം. അപ്പോൾ ആ കാര്യത്തിൽ നല്ലത് തന്നെയാണ്. പക്ഷേ കൂടെ നിൽക്കുന്നവരെ കുറച്ചും കൂടി കൺട്രോൾഡാക്കി ആധിപത്യ സ്വഭാവം കൂടുതലുള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കണമെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോയിട്ട് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഴപ്പമില്ല, നല്ലൊരു പേര് തന്നെയാണ്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ഇന്ന് രണ്ടാമത്തെ ഡേറ്റ് ഓഫ് ബർത്താണ് 26 വരുന്നത്, 8ൻ്റെ എനർജി. ഓക്കെ, എന്തായാലും പേഴ്സണാലിറ്റി നമ്പർ 8ൻ്റെ കൂടെ 6 വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദോഷകരമായിട്ടുള്ള കൂടിച്ചേരലല്ല. എന്ന് വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എന്നല്ല അർത്ഥം, കുഴപ്പമില്ലാത്ത നല്ല 2 വലിയ എനർജിയാണ്. പക്ഷേ അത് ഒന്നിച്ച് നിൽക്കുമ്പോഴും അത് വലിയ ദോഷമില്ലാത്ത രീതിയിൽ നിൽക്കും ന്യൂമറോളജി പ്രകാരം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ അതിന് ഉണ്ട്. നമുക്ക് കോൾ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സിജിതയാണ്, പള്ളിക്കരയെന്ന്, എറണാകുളം പള്ളിക്കര. ഓക്കെ, സിജിതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല, എന്റെ മോക്കടെ കാര്യം അറിയാൻ വേണ്ടിട്ട്. ഓക്കെ, മകളുടെ കാര്യം അല്ലേ? ആ, മകളുടെ കാര്യം. ഓക്കെ, പേര് പറയൂ. അവക്ക് പേരിട്ടിട്ടില്ല, അത് ഞങ്ങളിങ്ങനെ വച്ചിട്ടുള്ളൂ. ഐഫ മറിയം ES എന്നാണ് ഇങ്ങനെ നോക്കി വെച്ചേക്കുന്നത്. നോക്കി വെച്ച് പേരെന്താണ് പറയും? ഐഫ മറിയം. ആയിഷ. ഐഫ AIFA. AIFA മറിയം. ഓക്കെ, ഇനി അതിന്റെ കൂടെ എന്തെങ്കിലും ഇനീഷ്യൽ എന്തെങ്കിലും ചേർക്കുമോ? ഇനിഷ്യല് മൂത്ത ആളുടെ പേരിന്റെ കൂടെ ES ഉണ്ട്. ES അല്ലേ? E ഫോർ ഈസ്റ്റ്, ES. ഓക്കെ, അൽസ മറിയം ES. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഐസ. ഓക്കെ ഓക്കെ ഓക്കെ. F ആണ് അല്ലേ? ഫാൻ്റെ F അല്ലേ? F ആണ്. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, അപ്പോൾ ഐഫ മറിയം ES. ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഐഫയുടെ. 19/5/2022. ഒന്ന് ചെക്ക് ചെയ്യട്ടെ, പറയാം. ഓക്കെ ഓക്കെ. ഹലോ, കേൾക്കാമോ? ഐഫ മറിയം ES എന്നാണ് ഇടുന്നതെങ്കിൽ നല്ല പേരാണ് കേട്ടോ, അങ്ങനെ ഇടാം. നല്ല പേരാണ്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള പേര് തന്നെയാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ സ്പെല്ലിംഗ് കൺഫേം ചെയ്യാം. AIFAMARIAM.
MARIYAM മറിയം. അതിൽ വൈ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരില്ല കേട്ടോ. ഓക്കെ. ആ വൈ ഒഴിവാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല പേരാണ്. നല്ല പേരാണ്. ആ അപ്പോൾ അത് ഫുൾ ES ഇനിഷ്യൽ ഉൾപ്പെടെ ചേർത്താ. ആ അതെ, ES ഇനിഷ്യൽ ചേർക്കണം. ഞാൻ ഒന്നുകൂടി പറയുന്നത് നിങ്ങൾ കേൾക്കൂ. ആ ഐഫ മറിയം ES ചേർക്കുകയാണെങ്കിൽ നല്ല പേരാണ്. ഓക്കെ. ആ അപ്പോൾ അത് ആ സ്പെല്ലിങ്ങിൽ അതുപോലെ തന്നെ ഉപയോഗിക്കുക. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി അതാണ് ഞാൻ സ്പെല്ലിംഗ് കൺഫേം ചെയ്യാൻ പറയുന്നത്. MARIAM അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നുള്ളൂ. ES. ഓക്കെ. അപ്പോൾ ഇതേ സ്പെല്ലിങ്ങിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വയ്യോ വേറെ ഏതെങ്കിലും ലെറ്ററിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ എനർജി മാറി. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതുമായിട്ട് അത് ബന്ധമില്ലാണ്ടായി. നല്ലത് മോശം എന്ന് ഞാൻ പറയുന്നില്ല, പിന്നെ എന്താണ് നിങ്ങൾ മാറ്റിയെന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് ഈ എനർജി പ്രകാരമാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ്. ഓക്കെ. ഓക്കെ, വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ലക്കി നമ്പറോ? ലക്കി നമ്പർ 1ഉം 3ഉം തന്നെ ലക്കി നമ്പറാണ് കേട്ടോ. കുട്ടിയുടെ 1 ലക്കി നമ്പറാണ്, അതുപോലെ 3 ലക്കി നമ്പറാണ്. ഒരു 2ാം സ്ഥാനത്ത് 5ഉം ഉണ്ട്. 5ഉം ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ്. ഓക്കെ, ഈ 3 നമ്പേഴ്സും അത് നമ്മൾക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. തീർച്ചയായിട്ടും വിളിച്ചോളൂ. നമ്മൾ ഒരു പ്രാവശ്യം ഒരാളുടെ ആണ്, കാരണം കോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ശരി, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഒരു പേര് നല്ലതാണോ അല്ലേ, അത് കൃത്യമാണോ? കാരണം ഒരാൾക്ക് ഉപയോഗപ്രദമാകുമ്പോഴാണല്ലോ അല്ലേ ഇതിനെക്കൊണ്ട് ഒരു ഗുണം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു എന്ന് തന്നെ വിരുതെന്ന് അവർക്കൊരു അതിന് ന്യൂമറോളജി പ്രകാരമായുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം നമ്മൾ നൽകിയിട്ടുമുണ്ട്. അപ്പോൾ സ്പെല്ലിങ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വിചാരിക്കുന്നു. ഒരാളുടെ സ്പെല്ലിങ്. അപ്പോൾ പൊതുവേ എന്നോട് ആൾക്കാർ പറയാം ന്യൂമറോളജി പരമായിട്ടുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് മലയാളത്തിലൊക്കെയാണ് ടൈപ്പ് ചെയ്ത് അയക്കുന്നത്. ചിലവർ എനിക്ക് കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുന്നവരുണ്ട്. അവർ മലയാളത്തിലൊക്കെ എനിക്ക് ടൈപ്പ് ചെയ്ത് അയക്കുന്നു. അപ്പോൾ അതെന്താണ് ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് ഇംഗ്ലീഷിലാണ് അല്ലേ 99% സ്ഥലത്തും നമ്മൾ ഇംഗ്ലീഷ് തന്നെയാണ് എവിടെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേരിൻ്റെ വിസ്മയം, അതായത് ഈ ലെറ്ററിനും ഇതിൻ്റെ നമ്പറിനും ഇത്ര ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം മലയാളത്തിലുള്ള പേരുകളൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുകളിൽ ഉപയോഗിക്കാം അല്ലേ, ഉപയോഗിച്ചിട്ട് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ ബൈബിളിലൊക്കെയുള്ള പേരുകൾ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാൽ മാത്രമേ നമുക്ക് സ്പെല്ലിങ് മാറ്റി ഉപയോഗിക്കാൻ പറ്റാത്തുള്ളൂ. എങ്കിൽ പോലും അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് സ്പെല്ലിംഗ് ഉപയോഗിക്കുന്നു എന്നതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് പേരിൻ്റെ എനർജീനെ മാറ്റിമറിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എൻ്റെ പേര് വൈഷ്ണവി. വൈഷ്ണവി. ഓക്കെ, വൈഷ്ണവിയുടെ കാര്യം അറിയാനാണോ? അല്ലല്ല, കസിന്റെ കുഞ്ഞിന്റെ പേര് അറിയാൻ പറ്റും. ഓക്കെ, തീർച്ചയായിട്ടും. എവിടുന്നാ വിളിക്കുന്നത്? കണ്ണൂരിലാണ്. കണ്ണൂരിന്ന്. ഓക്കെ, അപ്പോൾ കുട്ടിയുടെ പേര് പറയും. സാത്വിക്. സ്വാതിക് അല്ലേ? സാത്വിക്. സന്ദീപ്. SATHDIK. സാത്വിക് സന്ദീപ്. സന്ദീപ്. സ്വാതിക് സന്ദീപ്. പിന്നെ ഇനീഷ്യൽ ഒന്നുമില്ല അല്ലേ? ഇല്ല, വേറെ ഇനീഷ്യൽ ഒന്നുമില്ല. അതിന് ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 29 ജൂൺ 2024. 29/5/2023 അല്ലേ? 29 ജൂൺ 29/6/2024. 2024. ഓക്കെ ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ, ഒന്ന് പറയാം. ഹലോ, കേൾക്കാമോ? കേൾക്കാം. പേര് പൊതുവേ കുഴപ്പമില്ലാത്തതാണ്. എങ്കിലും ഒന്നും കൂടി ആ സ്പെല്ലിംഗ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സ്പെല്ലിംഗ് ഇട്ടത് ഒന്നും കൂടി പറയൂ. സാത്വിക്. ഓക്കെ, അങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു എനർജിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. പേര് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കുഴപ്പമില്ലാത്ത നല്ല പേരാണ്. അപ്പോൾ സന്ദീപ് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ കൂടെ വേറെ ലെറ്റർ ഒന്നും ചേർക്കേണ്ട. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പേരാണ്.
ധൈര്യമായിട്ട് അതായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ പൊതുവേ ഈ ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നല്ല ഡേറ്റ് ഓഫ് ബർത്താണ് കേട്ടോ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പേര് നിങ്ങൾ ന്യൂമറോളജി പ്രകാരം ആരെങ്കിലും ചെക്ക് ചെയ്തിട്ട് തന്നതാണോ? ഒന്നും കൂടി പറയോ? അല്ല, ഈ ന്യൂമറോളജി പ്രകാരം ആരെങ്കിലും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു തന്നതാണോ ഇത്? അല്ല, നിങ്ങൾ ഇട്ടപ്പോൾ അത് ഭാഗ്യത്തിന് അങ്ങനെ ആയി അല്ലേ? അതെ. ഓക്കെ, എന്തായാലും അത് നല്ല കാര്യം. കാരണം നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത ആ ഒരു എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റാണ്. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുപോലെ ആ ഡേറ്റ് ഓഫ് ബർത്തും ഒരു നല്ല ഡേറ്റ് ഓഫ് ബർത്താണ്. കലാരംഗത്തൊക്കെ ഒരുപാട് മികവൊക്കെ കാണിക്കാനുള്ള എനർജി കൂടി അതിൽ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിൽ വെൽക്കം. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ. കണ്ണൂരിൽ നിന്ന് സ്വാതിക്കിൻ്റെ ബന്ധുവാണ് വിളിച്ചത്. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ, ലൈഫ് പാത്ത് നമ്പർ ചിലത് അങ്ങനെയാണ് അല്ലേ, ഭാഗ്യദായകമായിട്ട് കൃത്യമായിട്ടുള്ള പേര് അറിഞ്ഞോ അറിയാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പറയുക, അത് നമ്മൾ അവരുടെ ഒരു ഫേമസ് ഒക്കെ ആവുന്ന സമയത്താണ് നമ്മളത് നോക്കിയിട്ട് പറയാം, ഇതുകൊണ്ടായിരുന്നു എന്ന്. അത് ചിലവരുടെ ഭാഗ്യമാണ് ആ പേരുകളുടെ എനർജിയും അതുപോലെ കൃത്യമായിട്ട് വരിക എന്നുള്ളത്. ഓക്കെ, എന്തായാലും നല്ല കാര്യം. ഒരു നല്ല പേര് കണ്ടപ്പോഴും സന്തോഷം. ഇപ്പോൾ വിളിച്ചത് കണ്ണൂരിൽ നിന്ന് സ്വാതിക്കിൻ്റെ റിലേറ്റീവ്സാണ്. അപ്പോൾ പൊതുവേ പേഴ്സണാലിറ്റി നമ്പർ 2, ലൈഫ് പാത്ത് നമ്പർ 6 വരുമ്പോൾ നമുക്ക് കണക്കൂട്ടുന്നത് കലാപരമായിട്ടും ക്രിയേറ്റീവായിട്ടുള്ള എനർജീനെ കൂടുതലുള്ളതാണ്. അതുപോലെ ലക്ഷറി, വലിയ വലിയ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ള എനർജി, ഇതൊക്കെ ഇവരുടെ എനർജിയിലുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു പേരായിരിക്കണം. ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും അതിന് ബ്ലോക്ക് ചെയ്യുന്ന ഒരു പേരാണെങ്കിലോ തീർച്ചയായിട്ടും അവർക്ക് കാലതാമസവും അല്ലെങ്കിൽ എല്ലാറ്റിനും പ്രശ്നങ്ങൾക്കാണ് സാധ്യത. എങ്കിൽ ഇത് കൃത്യമായിട്ട് അനുകൂലമാകുന്ന വളരെ പവർഫുള്ളായിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ അവരറിഞ്ഞോ അറിയാതെയോ വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ആ പേരൊന്ന് വിളിച്ച് കൺഫേം ചെയ്തത്. നല്ല ഒരു ന്യൂമറോളജിസ്റ്റൊക്കെ ഇടുന്ന പോലെ എന്താ പറയുക, എല്ലാ തരത്തിലും ഒരു അന്തസ്സുള്ള പേര് എന്നൊക്കെ പറയുന്നല്ലേ, എല്ലാ തരത്തിലും അതിൻ്റെ അകത്തുള്ള എനർജി, പുറത്തുള്ള എനർജി, പിന്നെ ടോട്ടൽ അത് ഒരു ലക്കിയസ്റ്റ് ആകണം. ലക്കിയസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ വരിക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് അല്ല. നമ്പറിനകത്ത് തന്നെ കുറേ ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, പ്രോഗ്രാമിൽ ആദ്യം പറഞ്ഞ പോലെ 6ൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 എനർജിയിൽ വരുന്നത് 15, 24, 51, 42, ഇതെല്ലാം 69, ഇതെല്ലാം 6ൻ്റെ എനർജിയാണ്. പക്ഷേ അതിൽ എല്ലാം ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പേഴ്സ് അല്ല. 6 തന്നെ കുറച്ച് നമ്പേഴ്സ് ഏഞ്ചൽ നമ്പറാണ്, കുറച്ച് നമ്പർ അവർക്ക് നല്ലതാണ്, മറ്റുള്ളവർക്ക് പണി കൊടുക്കുന്ന നമ്പറാണ്. ചിലതാണെങ്കിൽ അവർക്ക് തന്നെ ഇതിനെ കൊണ്ട് കൂടുതൽ നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. പക്ഷേ ആ പറയുന്ന നല്ല കാര്യങ്ങൾ ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഇതിൻ്റെ എനർജി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കേവലം ഒരു നമ്പർ മാത്രം നോക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പേര് പെർഫെക്റ്റായിട്ട് കാണുമ്പോൾ സന്തോഷം, അത് ന്യൂമറോളജി പ്രകാരം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ കാര്യം. നമുക്ക് കോൾ വന്ന് വെയിറ്റ് ചെയ്യാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഗീത കൊല്ലത്തുനിന്ന്. ദീപ കൊല്ലം. ആരാണ്? ഗീത കൊല്ലം അല്ലേ? ഗീതയുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണോ? മകന്റെ കാര്യത്തിൽ. ഓക്കെ, മകന്റെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 16/7/1998. പേര് പറയും. പേര് അഖിൽ എജി. എന്താണ്? അഖിൽ എജി. അഖിൽ അല്ലേ? അഖിൽ എജി. ഗീതയുടെ ജി. ഏതിന്റെ? ഗീതയുടെ ജി അല്ലേ? ഗീതയുടെ ജി. ഓക്കെ, അഖിൽ AKHIL പിന്നെ AG. ഓക്കെ, 16/7/1998 അല്ലേ? ചെക്ക് ചെയ്തിട്ട് പറയാം, ഒന്ന് ഹോൾഡ് ചെയ്യണം.
കേൾക്കാമോ? കേൾക്കാം സാർ. പേഴ്സണാലിറ്റി നമ്പർ 7, ലൈഫ് പാത്ത് നമ്പർ 5 ആണ്. 7ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരലാണ് പേര് കുറച്ചും കൂടി ബെസ്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇപ്പോഴുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജനിച്ച ഡേറ്റ് 16 അവരുടെ പേരും 16 തന്നെയാണ് ഉള്ളത്. അപ്പോൾ 16 ജനിച്ച് അതുകൊണ്ട് 16 തന്നെ 16 എന്ന എനർജിയിൽ തന്നെ പേരും വരുമ്പോൾ ഓക്കെ പൊതുവേ ആൾക്കാർ എന്താ പറയുക നല്ലതെന്നൊക്കെ പറയുമെങ്കിലും ഒരു ആവറേജ് ആയിട്ടേ നമുക്കതിനെ കരുതാൻ വേണ്ടി പറ്റുള്ളൂ. വളരെ ദോഷമില്ല, വളരെ നല്ലതാണെന്നും പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണ് ആ ഒരു എനർജീനെ പറയേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എന്നെ എന്താ പറയുക സ്പിരിച്വലൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടീവാണ്. എന്നെ അതുപോലെ എന്നെ ഒരു എന്നെ കഥ എഴുത്ത് അതുപോലെയൊക്കെയുള്ള എനർജിക്ക് കൂടുതൽ സപ്പോർട്ടീവ് കാണുന്നുണ്ട്. അതല്ലാതെ എന്നെ അതായത് ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണെന്ന് ചുരുക്കം. അതല്ലാതെ ഒരു ബെസ്റ്റ് എന്നുള്ള ഒരു കരിയർ ലെവലിലേക്കൊന്നും ഒരു ബെസ്റ്റ് ആണെന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പേരല്ല. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ എന്താണ് അറിയേണ്ടത്? പേര് മാറ്റേണ്ട കാര്യം വല്ലതും ഉണ്ടോ? പേര് മാറ്റുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. കാരണം നമ്മുടെ ലൈഫിൽ കുറച്ച് എന്താ പറയുക ഉയർച്ചയും കാര്യങ്ങളിലേക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പേരിനെ ബെസ്റ്റ് ആക്കുക, അതാണ് നല്ലത്. ഈ എ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അനിൽകുമാർ. അനിൽകുമാർ. അങ്ങനെ പേര് വരികയാണെങ്കിൽ അതായത് അഖിൽ അനിൽകുമാർ എന്ന് മാത്രം ആകുമ്പോഴേക്കും കുറച്ചും കൂടി ബെസ്റ്റ് ആയിട്ടുള്ള പേരാണ്. അത് 100% ഒന്നും പറയുന്നില്ല, എന്നാലും ഒരുവിധം നല്ലൊരു പേരായിട്ട് വരും. അഖിൽ അനിൽകുമാർ. കേട്ടോ? സാറേ ഇങ്ങനെ വിദേശത്ത് പോകണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ല. ഇത് നടക്കോ? അതന്നെ ഇപ്പൊ പേരിന്റെ എനർജി പ്രകാരമുള്ള അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കാരിയറിന് അങ്ങനെ ഒരു ഓക്കെ അതാണ് പറയേണ്ടത്. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ഒരു മെറ്റൽ എനർജി അല്ലെങ്കിൽ കാരിയറിനെ അല്ല അത് പറയുന്നത്. അത് ഇതുപോലെയുള്ള നമ്മൾ ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ അപ്പോൾ ഈ പേരിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അത് കൂടുതൽ ഭാഗ്യത്തിനെ കൊണ്ടുവരും. അതായത് അഖിൽ അനിൽകുമാർ എന്ന പേര് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അതാണ് ന്യൂമറോളജി പ്രകാരം ആദ്യം പറയാനുള്ളത്. ഇനി ഈ വർഷം നമുക്ക് പിന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നോക്കിയിട്ട് പറയാം. ഒന്ന് ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ ഈ വർഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ കർമ്മം ചെയ്യാൻ അല്ലെങ്കിൽ കരിയർ ലെവലിൽ അതായത് അവർ ചെയ്യുന്ന വർക്കുമായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ആഗ്രഹിക്കുന്ന പോലെ ഒരു വർക്കിലേക്കൊക്കെ വരണമെങ്കിൽ കൂടുതലും പിന്നെ നല്ല സമയം കൂടുതലും കാണുന്നത് അടുത്ത വർഷമാണ്. ഇനി ഈ വർഷം പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെയും അടുത്ത വർഷത്തൊക്കെയാണ് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയം ഉള്ളത്. അപ്പോൾ ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? അപ്പോൾ അങ്ങനെ ഇപ്പോഴും പോകാൻ സാധിക്കില്ല എന്ന് പറയുന്നില്ല. പോയി കഴിഞ്ഞാലും അടുത്തൊരു വർഷത്തെ ആകുമ്പോഴേക്കും ഏറ്റവും മികച്ച ഒരു ജോബിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോബ് അങ്ങനെ നേടുന്നതിനുള്ള ബുദ്ധിമുട്ടും കാണുന്നില്ല. ആഗ്രഹിക്കുന്ന പോലെ ഒരു നല്ല ഒരു ജോബിലേക്ക് പോകണമെങ്കിൽ ഒരു കുറച്ച് ഇതുപോലെ താമസമുണ്ട്. അതൊരു 3-4 മാസത്തെ ഒരു താമസമാണുള്ളത് കാണുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അനുകൂലമായിട്ട് സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ആ പേരിലൊരു മാറ്റം വരുത്തുക. അതാണ് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ആ പേരിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിലും ഒരു നല്ല മാറ്റം ഉണ്ടാകും. അല്ലെങ്കിൽ എന്താ നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല, വെറുതെ എന്താ വരുന്നത് അതങ്ങ് കേൾക്കുക, നമുക്ക് അതുപോലെ ആകും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടി പറ്റും നമ്മുടെ ജീവിത ദിശയിൽ. അതിനുള്ള കാര്യങ്ങൾ ഭഗവാൻ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. കേട്ടോ? എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അഖിലിൻ്റെ അമ്മയാണ് വിളിച്ചത്. അപ്പോൾ അതാണ് ഒരു പേര് മാറ്റിക്കഴിഞ്ഞാൽ
ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു, അപ്പോൾ പേര് മാറ്റുമ്പോൾ ആ പേരിൻ്റെ എനർജി വെച്ചിട്ടാണ് മറ്റൊരു കാര്യമായിരിക്കും പറയേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിധിനെ മാറ്റുവാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും. കർമ്മം കൊണ്ട് കർമ്മഫലത്തിനെ മാറ്റാം. കർമ്മഫലത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർ എപ്പോഴും മാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് കർമ്മത്തിൽ മാറ്റം വരുത്തുക. അപ്പോഴേ കർമ്മഫലത്തിൽ മാറ്റം ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴെന്താണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും റിസൾട്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഭാവിയിലൊരു മാറ്റം വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാറ്റം വരുത്തുക തന്നെ വേണം. അതാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പേരിലൊരു മാറ്റം വരുത്തുക. ഞാൻ പറഞ്ഞ ആ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കേട്ടു ലെക്കിയസ്റ്റ് ആയിട്ടുള്ള പേര്, പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ജീവിതത്തിലൊരു ഗുണങ്ങൾ ഉണ്ടാകുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ഡാനിഷ് തപസ്യാണ് എൻ്റെ പേര്. ദാനിഷ് തപസ്യ അല്ലേ? തപസ്യ, ദാനിഷ് തപസ്യ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 13/10/1998. 13/10/1998. ഓക്കെ ഓക്കെ ഡാനിഷ്, ഒന്ന് ഹോൾഡ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഹലോ, കേൾക്കാമോ? സാർ കേൾക്കാം. അപ്പോൾ പേഴ്സണാലിറ്റി നമ്പർ 4, ലൈഫ് പാത്ത് നമ്പർ 5 വരുന്നത്. അപ്പോൾ 4ൻ്റെയും 5ൻ്റെയും ഒരു കൂടിച്ചേരലാണ് പൊതുവെ നല്ലതാണ്. പക്ഷെ നല്ലൊരു പേരായിരിക്കണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴുള്ള പേര് ഈ നിങ്ങളായിട്ട് ആഡ് ചെയ്തതാണോ ഒരു എക്സ്ട്രാ ആയിട്ട് അവസാനം തപസ്യ? അതെ, തപസ്യ എന്നുള്ളത് ഞാനായിട്ട് ഇടയതാണ്. അപ്പോൾ അത് സ്ട്രഗിളിംഗ് ആണ്. നിങ്ങളിപ്പോൾ അറിയാതെ വന്നത് അത് സ്ട്രഗിളിംഗ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് THABASYA തപസ്യ. വി ഫോർ വിക്ടറി ആണോ? അതെ അതെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ തപസ്യ. ഓക്കെ, അത് കൊള്ളാം, അത് നല്ല പേരാണ്. വി ആണെങ്കിൽ വി ഫോർ വിക്ടറി, അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സപ്പോർട്ടീവായിട്ടുള്ള പേര് തന്നെയാണ്. തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോവാം. ആദ്യം നിങ്ങൾ പറഞ്ഞ പ്രൊനൗൺസിയേഷൻ കേട്ടിട്ട് ഞാൻ ബി ആണ് ചെക്ക് ചെയ്തത്. വി. അപ്പോൾ അതാണ് തീർച്ചയായിട്ടും ഒരു ലെറ്റർ മാറി കഴിയുമ്പോഴേക്കും അതിൻ്റെ എനർജി എൻ്റെ മാറും. ഒരു മറ്റൊരു എനർജി ആയിട്ട് വരും. അപ്പോൾ ഇപ്പോഴുള്ള അത് ഞാൻ പ്രേക്ഷകർക്കായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഓരോ ലെറ്ററിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ എനർജി. അപ്പോൾ ധനീഷ് തപസ്യ എന്ന് വരുമ്പോഴേക്കും വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് കേട്ടോ. ഇതാരെങ്കിലും ന്യൂമറോളജിസ്റ്റ് ആരെങ്കിലും നിർദ്ദേശിച്ചാണോ ഈ പേര്? ഇല്ല, സാറിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട്. അത് വെച്ച് ഞാൻ തന്നെ ഒരു കാൽക്കുലേഷനിൽ വെച്ചതാണ്. അതെ, എന്തായാലും അത് കാൽക്കുലേഷനിൽ നമുക്ക് ആ ലക്കി നമ്പർ എടുക്കാൻ വേണ്ടി പൊതുവേ പറ്റുള്ളൂ. പക്ഷേ ഇതെന്തോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ അകത്തുള്ള നമ്പറും കൂടി ബെസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അകത്ത് ഓരോരോ എനർജി ഉണ്ട്. സോൾ എനർജി, അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്, അങ്ങനെയുള്ള എനർജി, അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇട്ടത് എന്തായാലും നല്ലൊരു പേരായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. ഓക്കെ, എന്തായാലും ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ധനീഷ് തപസ്യ ആണ് വിളിച്ചത് കാലിക്കറ്റ് നിന്ന്. അപ്പോൾ പേരിൻ്റെ എനർജിയാണ് ഇതുപോലെ ഒരു ലെറ്റർ മാറുമ്പോഴേക്കും അത് നമുക്ക് എൻ്റെ എനർജി മാറി. അപ്പോൾ ആദ്യം ഞാൻ നോക്കിയ പേര് വേറെ ബി ആണ്, തപസ്യ ബി എന്നാണ് ഞാൻ എഴുതിയത്. അത് വി എന്നായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ മാറുമ്പോഴേക്കും അതിൻ്റെ എനർജി എൻ്റെ മാറി. അതൊരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേര് ആയി വരുന്നുണ്ട് രണ്ടാമത് നോക്കുമ്പോഴേക്കും. ഓക്കെ, എന്തായാലും ഒരു വൈയുടെ കൂടെ ഒരു എ ഒക്കെ എക്സ്ട്രാ ഇട്ടപ്പോൾ തന്നെ ഞാൻ കരുതിയായിരുന്നു ന്യൂമറോളജിയൊക്കെ ആയിട്ട് കുറച്ചെങ്കിലും എന്തെങ്കിലും അവർക്ക് എന്താ പറയുക അറിവുണ്ട് എന്നുള്ളത്. ഓക്കെ, എന്തായാലും നല്ല കാര്യം. അപ്പോൾ അത് കൺഫേം ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയതിൽ സന്തോഷം. അപ്പോൾ അടുത്തൊരു കോൾ ഒന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോളിലേക്ക് തന്നെ പോവാം. ഹലോ, നമസ്കാരം. പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ. ഹലോ,
നമസ്കാരം. ഹലോ. ഹലോ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, പറയൂ. എവിടുന്നാണ് വിളിക്കുന്നത്? കോതമംഗലം. കോതമംഗലം. ഓക്കെ. ഞാൻ മോളുടെ കാര്യം അറിയാനാണ്. മോളുടെ പേര് പറയും. ഇസ. ഇഷ. ഇസ. ESH ഉണ്ടോ? ESA. ഇസ. ഓക്കെ. ഇസ എന്താണ് ഒന്നുകൂടി പറയാമോ? എൽദോ. ഇസ എൽദോ. പറയൂ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. HOSE എന്നുണ്ടോ? SE. ഓക്കെ. ഇസ എൽദോസ് അല്ലേ? ഓക്കെ. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ഇസ എൽദോസിന്റെ 17/6/2024. ഓക്കെ, ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. ഇസ എൽദോസ് എന്ന പേര് എന്നെ വലിയ ദോഷം പറയാനില്ല, അല്ലാണ്ട് ബെസ്റ്റ് വലിയ ദോഷം പറയാനില്ല, അതാണ് പറയേണ്ടത്. ഇസ എൽദോസ്, ISA എൽദോസ്, ELTHOSE. അപ്പോൾ അത് വലിയ ദോഷം പറയാനില്ല കേട്ടോ. അതൊരു എബോ ആവറേജ്. ഇപ്പം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു 80% നല്ല പേരാണ്. അതെ, അപ്പോൾ ധൈര്യമായിട്ട് അത് ഉപയോഗിക്കാം. യെസ്, ലക്കി കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ എപ്പോഴും ലക്കിയസ്റ്റ് ആണ് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പിന്നെ ബ്ലൂ, ലൈറ്റ് ബ്ലൂ. ആ ബ്ലൂവിൻ്റെ എല്ലാ വേരിയേഷനും നല്ല തന്നെ. എന്ന് വെച്ചിട്ട് ഡാർക്കിലേക്ക് പോകണ്ട. ഡാർക്ക് ബ്ലൂ സപ്പോർട്ടീവ് അല്ല. ബ്ലൂ സപ്പോർട്ടീവ് ആണ്. ഒപ്പം യെല്ലോ കളറ് സപ്പോർട്ടീവ് ആണ്. പിന്നെ അതുകൂടാതെ പിന്നെ ഗ്രേ കളറും സപ്പോർട്ടീവ് ആണ്. ഓക്കെ, ഈ 3 കളേഴ്സും കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റാണ്. പിന്നെ അപ്പോൾ ലക്കി നമ്പർ എന്ന് പറയാൻ എപ്പോഴും 1 ഒരു മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പറാണ്. പിന്നെ അതുകൂടാതെ 6 നല്ലതാണ്. 1ഉം 6ഉം ഏറ്റവും ബെസ്റ്റാണ്. 5ഉം സപ്പോർട്ടീവാണ് കേട്ടോ. അപ്പോൾ ഈ നമ്പേഴ്സൊക്കെ ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് തന്നെയാണ്. ഇസ കുഴപ്പമില്ല. അത് പിന്നെ ഒരു വൺ ഓഫ് ദ ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറായ 37 വന്ന ഒരു എനർജിയാണ്. അതിനകത്തുള്ള എനർജീസൊക്കെ എല്ലാം ബെസ്റ്റായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, അത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അത് ഏത് 37. അതെ THOSE എന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് അത് ബെസ്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഇനി എൽദോസിന് ഒഴിവാക്കി കഴിഞ്ഞാലും വലിയ ദോഷമില്ല. വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, അപ്പോൾ പേരിൻ്റെ എനർജി പ്രകാരം പലപ്പോഴും കുറച്ചെങ്കിലും ന്യൂമറോളജിയൊക്കെ മനസ്സിലാക്കിയുള്ളവർ വിചാരിക്കും 17 എന്നത് ശനിയുടെ എനർജിയാണ്, 1ൻ്റെ എനർജിയിലാണ് പേരിരിക്കുന്നത് എന്നുള്ളത്. സൂര്യൻ്റെ എനർജിയാണ്. പൊതുവെ ജ്യോതിഷത്തിൽ ശനിയും സൂര്യൻ്റെ എനർജിയും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജീസാണ്. എങ്കിലും ന്യൂമറോളജിയിൽ അത് പലപ്പോഴും അനുകൂലമായിട്ട് വരാറുണ്ട്. അത് ലക്കിയസ്റ്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ അത്
ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ന്യൂമറോളജിയൊക്കെ കുറച്ച് മനസ്സിലാക്കിയ ആൾക്കാർ ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ശനിയുടെ എനർജിയിൽ പിന്നെ സൂര്യൻ്റെ എനർജിയിൽ പേര് വന്നു. അപ്പോൾ അതുമാത്രമല്ല, ആ നമ്പേഴ്സിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ നമ്പേഴ്സ് ഒരു മോസ്റ്റ് ലക്കിയസ്റ്റ് ഏഞ്ചൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എനർജിക്കും വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തെക്കുറിച്ച് പരിചയപ്പെടുത്താം. അതായത് നിർമ്മല സീതാരാമൻ. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ പേരിൻ്റെ എനർജി കൂടി ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. 18 ഓഗസ്റ്റ് 1959 പിന്നെ നിർമ്മല സീതാരാമൻ ജനിക്കുന്നത്. അതായത് പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 5. 9ൻ്റെയും 5ൻ്റെയും കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ വേഗതയുള്ള ഒരു കൂടിച്ചേരൽ തന്നെ ആണ്. അവരുടെ പേര് നിർമ്മല സീതാരാമൻ 44ൻ്റെ എനർജിയാണ്. അതായത് ശനിയുടെ എനർജിയാണ്. ശനിയുടെ എനർജി അവർക്ക് വേഗതയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ പൊതുവെ നമുക്ക് കുറച്ച് വേഗത കുറയുന്നൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ 9ഉം 5ഉം ആയതുകൊണ്ട് വേഗത എന്നുള്ളത് അവർ ഓൾറെഡി അവരുടെ എനർജിയിലുണ്ട്. അപ്പോൾ അതൊരു തടസ്സമാകില്ല. അതേസമയം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, നിയമം, അതായത് ശനിയുടെ എനർജിയുടെ മറ്റൊരു പ്രത്യേകതയാണ് നിയമം എടുത്ത് കൈകാര്യം ചെയ്യാൻ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജി തന്നെയാണ് അവരുടെ പേരിൻ്റെ എനർജി. അതുകൊണ്ട് തന്നെ അതിനൊരു തടസ്സം വരുത്താൻ മറ്റൊരു എനർജിക്ക് സാധിക്കുകയും ഇല്ല എന്നാണ് ആ എനർജിയിൽ പറയേണ്ടത്. അപ്പോൾ ആ പേഴ്സണാലിറ്റി നമ്പർ 9, ലൈഫ് പാത്ത് നമ്പർ 5, അതിന് കൃത്യമായിട്ടുള്ള ഒരു എനർജിയിലാണ് പേര് വന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു പവർഫുള്ളായിട്ടുള്ള ലീഡറായിട്ട് ഇരിക്കുന്നതും. അപ്പോൾ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. എന്തായാലും പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം: 80 86 89 70 30. ഒന്നുകൂടി പറയാം: 80 86 89 70 30. അതുപോലെ എൻ്റെ പേഴ്സണലായിട്ട് കൺസൾട്ടേഷൻ ആയിരിക്കും വേണമെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ട് നമ്പർ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതായത് 6238681881. ഒന്നുകൂടി പറയാം: 6238681881. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നന്നാകുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.